CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ വികസന രംഗത്ത് ഒരു ചലനം പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത സർക്കാരാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA. പുന്നയൂർക്കുളത്ത് ലീഡർ K. കരുണാകരൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിന്റെ സമർപ്പണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കം. കുന്നംകുളം പഴുതാനിയിൽ 2 പേർക്ക് നേരെ ആക്രമണം. ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. കേരള വാട്ടർ അതോറിറ്റി കുന്നംകുളം സബ് ഡിവിഷൻ ഓഫീസ് കടവല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി ഉപരോധിച്ചു. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ആംബുലൻസുകൾക്ക് വാടക നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കി. ഓരോ ആംബുലൻസിന്റെയും ലഭ്യമായ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തുക നിശ്ചയിച്ചിരിക്കുന്നത്. കൈക്കൂലി വാങ്ങിയ റവന്യൂ ഇൻസ്പെക്ടർ വിജിലൻസ് പിടിയിൽ. റവന്യൂ ഇൻസ്പെക്ടർ മനോജും ഒപ്പമുണ്ടായിരുന്ന ഏജന്റ് മജീദുമാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. കുന്നംകുളം പട്ടാമ്പി മെയിൻ റോഡിൽ മൃഗാശുപത്രിക്ക് സമീപം തള്ളിയ മാലിന്യം നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തിരിച്ചു വീട്ടിലെത്തിച്ച് വീട്ടുടമയ്ക്ക് നോട്ടീസും പിഴയും നൽകി. നവീകരിച്ച ആർത്താഡ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ കൂതാശ ചടങ്ങുകൾ സമാപിച്ചു. CCTVയും ഡോക്ടർ റാണി മേനോൻ വാക്സിവിഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെയും കുന്നംകുളം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പാരീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചൊവ്വല്ലൂർ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. അമല ആശുപത്രിയിൽ നിർമ്മാണ തൊഴിലിനിടെ വീണ് പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. പോന്നൂർ കൊച്ചന്തോണി മകൻ ആന്റണിയാണ് മരിച്ചത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം 2024-25 പ്രകാരം കേരസമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തു. ഗുരുവായൂർ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വീണ്ടും ദേശീയ ഗുണനിലവാര അംഗീകാരം. സംസ്ഥാന ബജറ്റ് നിരാശാജനകവും സർക്കാർ ജീവനക്കാരോടുള്ള വെല്ലുവിളിയുമാണെന്ന് NGO അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS മധു. കുട്ടികളുടെ സിനിമയായ മോണോ ആക്ടിന്റെ വിജയാഘോഷം എരുപ്പെട്ടി പ്രസ് ക്ലബിൽ നടന്നു. ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെയും ഐഫോർഡ് അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആരംഭിച്ചു. മാറഞ്ചേരി സീഡ് ഗ്ലോബൽ സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ റെയ്സ റിസ്വി രചിച്ച ബലൂണുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സാഹിത്യകാരൻ KP രാമനുണ്ണി നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷൻ യൂണിയൻ ചൊവ്വന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുകുമാരൻ ചൊവ്വന്നൂരിന്റെ ചിത്രപ്രദർശനം ഫെബ്രുവരി 15-16 തീയതികളിലായി നടക്കും. കടങ്ങോട് പഞ്ചായത്തിൽ 6ാം വാർഡ് മണ്ടമ്പറമ്പിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കുറുമ്പൂർ മിച്ചഭൂമി റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പേടുപ്പ ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാറും ബ്ലോക്ക് കേരളോത്സവ വിജയികൾക്ക് ട്രോഫി വിതരണവും നടത്തി. ചാവക്കാട് നഗരസഭയിലെ അംഗൻവാടികൾക്ക് പുതിയ ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. കാണിയാമ്പാൽ പാടശേഖരത്തിൽ ചെറുപയർ കൃഷി ആരംഭിച്ചു. പുതുതായി സൗജന്യമായി കിട്ടിയ 4 ഡയാലിസിസ് മെഷീൻ വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്ററിൽ പ്രവർത്തനം തുടങ്ങി. പുന്നയൂർ കുമരങ്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന പൈപ്പൂയ മഹോത്സവവും വിഷ്ണുദേവ പ്രതിഷ്ഠാ ദിനാഘോഷവും സമാപിച്ചു. മുണ്ടൂർ സൽസബീൽ സ്കൂളിൽ നടന്ന ജില്ലാതല കിഡ്സ് സോക്കർ കപ്പ് ടൂർണമെന്റിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന് വൻ വിജയം. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.